എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികളിലേക്ക് പ്രിയപ്പെട്ട സ്റ്റാർട്ടർ ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിൽ സോസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യുന്ന രീതിയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ലാസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ വിങ്സ് വാങ്ങിച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ റെഡിയാക്കാന്നുള്ള വീഡിയോ ലാസ്റ്റ് കാണിക്കാൻ കാരണം ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ആ പാർട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ അവസാനം കാണാൻ മറക്കരുത്. കുറച്ച് വിനീഗറും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ആണ്. നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ 10 ചിക്കൻ വിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 20 ലോലിപോപ്പ് നമുക്ക് 10 വിങ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം 20 മിനിറ്റ് എങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് ഉള്ളിലോട്ടൊക്കെ മസാലയും ആ എരിവൊക്കെ പിടിച്ച് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. മൈദ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മൈദയ്ക്ക് പകരമായിട്ട് ആട്ട ഉപയോഗിക്കാം, അതായത് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ കോൺഫ്ലോർ ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മൈദയും കോൺഫ്ലോറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്പൈസി ആക്കണ്ട എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം, അതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് 1/4 ടീസ്പൂണാണ്, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, അതായത് ക്യൂമിൻ പൗഡർ 1/4 ടീസ്പൂൺ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിയുടെ പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞ, ഒരു അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇപ്പോൾ ഓൾ പർപ്പസ് സോയാ സോസ് ആണ് എടുത്തിരിക്കുന്നത്. അതേസമയം ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മുട്ട ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, പക്ഷെ മുട്ട താല്പര്യമില്ലാത്തവർ ഒഴിവാക്കാം. വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു മിനിമം 20 മിനിറ്റും, അതേസമയം ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ 20 മിനിറ്റാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നോർമൽ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം കൂടെ ആവാം. ഒരു 1/4 ഗ്ലാസ് പ്ലസ് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇച്ചിരി തിക്കായിരിക്കണം, ഒരുപാട് ലൂസാവാൻ പാടില്ല. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കൂടെ ആവാം. നല്ല സ്പൈസിയാണ് കേട്ടോ. സ്പൈസി ആക്കിയാലാണ് ഇവിടെ ഇഷ്ടമുള്ളൂ. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറവ് എരിവ് ഇട്ടാൽ മതിയാകും, അതായത് മുളക് പൊടി ഇട്ടാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. വെള്ളം ഇല്ലാണ്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു മിനിമം 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ അടച്ചു വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടി ഒരു സോസും തയ്യാറാക്കണം നമുക്ക്. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ലെണ്ണയാണെങ്കിലും സാധാരണ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വളരെ നൈസാക്കി കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്.
അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോഴാണ് ഈ സോസിന് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വാട്ടിയെടുക്കണം. ഇത് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതായത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വാങ്ങിച്ച ചില്ലി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, ഒരു 10-15 കാശ്മീരി ചില്ലി കുറച്ച് നേരം 1 മണിക്കൂറെങ്കിലും മിനിമം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം അതിലത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയിൽ. അതാണ് ചില്ലി പേസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ദിവസം അത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദിവസം അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ആവശ്യത്തിനാണെങ്കിൽ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ചില്ലി പേസ്റ്റ് വീട്ടിലുണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല, പക്ഷെ നല്ല കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എരിവനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലൊക്കെ മാറ്റം വരുത്തിക്കൊള്ളണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതായത് ചെറിയ തീയിൽ നമുക്ക് ഒരു 5 മിനിറ്റോളം ഈ ചില്ലി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലോട്ട് അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, അതായത് കുരുമുളക് പൊടി. അപ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വിനീഗർ ആണ്. നിങ്ങളുടെ അടുത്ത് വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാകും. വിനീഗർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതൊരു പുളിയും ഉപ്പും എരിവും മധുരവും ഉള്ള ഒരു സോസാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഒരുപാട് കട്ടയാവാൻ പാടില്ല. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. നമുക്ക് പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. ഇത് തിളപ്പിച്ചിട്ട് ഒരു ഇച്ചിരി തിക്കായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ഇതിൽ പുളി കുറവാണ്, കുറച്ചും കൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. ഇതിൽ വേറൊരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു സോയാ സോസ്. ഞാൻ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് നിർബന്ധമില്ല, ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഞാനിപ്പോൾ ഓൾ പർപ്പസ് സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഡാർക്ക് ആണെങ്കിൽ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ ഹാഫ് ഒഴിക്കാൻ പാടുള്ളൂ, നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. സോയാ സോസ് ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ സോസ് ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഒഴിക്കാൻ മറക്കരുത്, കാരണം ഓരോരുത്തർക്കും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പുളി ഇച്ചിരി മുന്നോട്ട് നിൽക്കണം, ഇച്ചിരി മധുരം വേണം, എരിവ് വേണമൊക്കെയാണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റോളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് വറക്കാൻ തുടങ്ങാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നാടൻ ടേസ്റ്റ് ആയിട്ട് മാറും. അഥവാ അത് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ എണ്ണ ഒന്ന് മീഡിയം ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കേട്ടോ. ഒരുപാട് ഒരുമിച്ച് ഇടണ്ട. ഒരു 20 പീസ് ഉണ്ട്. നമുക്ക് ഒരു 6 പീസ് ഉള്ള രീതിയിൽ ആദ്യം വറുത്തെടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടുക. അങ്ങനെ തിരിച്ചു മറിച്ച് നന്നായിട്ട് കുക്കാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് മുറിച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. അതിനുശേഷം ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ ഒരു സ്ട്രെയിനറിലോട്ടോ അരിപ്പയിലോട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അവസാനം ഒരുമിച്ച് എല്ലാം കൂടിയിട്ട് നമ്മുടെ ഷെസ്വാൻ സോസിൽ മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തലേദിവസം ഇതിൻ്റെ സോസൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആവശ്യമുള്ള നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലോലിപോപ്പ് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ആ സോസിലോട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കുക കേട്ടോ. അത് മാത്രം ചെയ്താൽ മതി. എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പാർട്ടിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ സ്പൈസ് ലെവൽ ഒന്ന് കുറച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. മുറിച്ച് നോക്കണം, അഥവാ അത് കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ അവസാനത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസിലോട്ട് അങ്ങ് ഇടണം. അപ്പോൾ ഇപ്പോൾ തണുത്തിട്ടുണ്ട്, സോസൊക്കെ ഇച്ചിരി കട്ടയായിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അതിലേക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിന്റെ ടേസ്റ്റ് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ചെറിയ പുളിയും മധുരം ഉപ്പും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ടേസ്റ്റ് കേട്ടോ. ലോലിപോപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇനി മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറിയാണ്ടർ ലീവ്സ്, അതായത് മല്ലിയില ഡെക്കറേറ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിത്തണ്ട് നൈസാക്കി അരിഞ്ഞത് ഇതിന് മുകളിൽ കൂടെ വെതറി കൊടുക്കാൻ പോയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല. എന്നിട്ട് ലെമൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ പാർട്ടിക്കൊക്കെ കൊടുക്കുന്ന പോലെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് അലുമിനിയം ഫോയിൽ ഒന്ന് റാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും, കഴിക്കാൻ എളുപ്പമായിരിക്കും. അത് നമുക്ക് പിടിച്ചിട്ട് അത് കയ്യിൽ മസാല ഒന്നും ആവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിത്തണ്ട് നൈസാക്കി അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ചുറ്റിയിട്ട് പാത്രത്തിൽ വെച്ച് സെർവ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ അലുമിനിയം ഫോയിൽ ഈ സൈഡിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇതുപോലെ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ സ്വന്തം ടേസ്റ്റി ആയിട്ടുള്ള സ്വന്തം ചിക്കൻ ലോലിപോപ്പ്. അപ്പം അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾ പാർട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു ഐറ്റം ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഒരു ചിക്കൻ വിങ്സ് വെച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കുക. കൈ കൊണ്ട് തന്നെ മുറിക്കുമ്പോൾ 2 എല്ലുകൾ തമ്മിൽ വേർപെടും. ഇവിടെ 2 വലിയ എല്ലുകളുണ്ട് നടുവിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ചെറിയ കത്തി കൊണ്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം ഈ എല്ലിന് ചുറ്റും നമ്മളിതൊന്ന് വരഞ്ഞു കൊടുക്കാം. അതായത് ഈ മാംസത്തിന് എല്ലിൽ നിന്ന് വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വരയാൻ പറയുന്നത്. ഇങ്ങനെ വരഞ്ഞതിന് ശേഷം താഴോട്ട് ആ മാംസം ആക്കി കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ലോലിപോപ്പിൻ്റെ ആദ്യത്തെ ഭാഗം ഇരിക്കുക. മനസ്സിലായല്ലോ? ഈ ഭാഗത്തുനിന്നും ഒരു പീസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഈ കുഞ്ഞു ഭാഗം. അപ്പോൾ അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്, അവിടെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ 2 എല്ലുണ്ടാവും. ആ ചെറിയ എല്ല് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലിങ്ങനെ മുകളിലേക്ക് അങ്ങ് വലിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടല്ലോ? അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒന്ന് താഴോട്ട് മാംസത്തിന് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം താഴോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 പീസ് നമുക്ക് ഒരു വിങ്സിൽ നിന്ന് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ലോലിപോപ്പ് ഉണ്ടാക്കുക.